ഹോരാശാസ്ത്രം രണ്ടാമത്തെ അധ്യായം ഗ്രഹയോനി ഭേദപ്രകരണം ഒന്നാമത്തെ ശ്ലോകം. കാലാത്മാതിനകൃത് മനസ്തുകിനകോ സത്വം ഭുജോജ്ഞോ വജോ ജീവോ ജ്ഞാനസുഖേ സ്ഥിതച്ചമതനോ ദുഃഖം ദിനേശാത്മജഃ രാജാനോ രവിശീതഘോഷിതോ നേതാ കുമാരോ ബുധ സൂര്യർദാനവ പൂജിതച്ച സജീവോ പ്രേക്ഷ്യാ സഹസ്രാംശുജഃ. ഇവിടെ ആദ്യ ശ്ലോകം കൊണ്ട് സൂര്യാദി ഗ്രഹങ്ങൾക്ക് കാലമാകുന്ന പുരുഷനുമായുള്ള ബന്ധത്തെ, കാരകത്വത്തെയാണ് പറയുന്നത്. സൂര്യൻ കാലമാകുന്ന പുരുഷന്റെ ജീവാത്മാവിന്റെ കാരകനാകുന്നു. സൂര്യൻ ജീവാത്മാവകയാൽ അതിൻ്റെ ആധാരമായ ദേഹം രാശിചക്രമാണെന്നും വരുന്നുണ്ട്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. മനഃശബ്ദം കൊണ്ട് ബുദ്ധി, അഹങ്കാരം മുതലായ മറ്റു ചിത്തവൃത്തികളുടെ ആധിപത്യവും ചന്ദ്രനുണ്ടെന്നും വരുന്നു. ജാതകത്തിൽ സൂര്യചന്ദ്രന്മാർക്ക് നല്ല ബലവും അന്യോന്യ ദൃഷ്ടി മുതലായ പരസ്പര ബന്ധവും ഉണ്ടെങ്കിൽ അവൻ ആത്മജ്ഞാനം മുതലായ ഉത്കൃഷ്ട മനോഗുണമുള്ളവനാണെന്നും പറയാവുന്നതാണ്. സമ്പത്തിലും ആപത്തിലും മനസ്സിന് ക്ഷോഭമില്ലായ്മയാകുന്ന സത്വത്തിന്റെ ആധിപത്യം കുജനാകുന്നു. ബുധന് വാക്കിന്റെ കാരകത്വമാണ് ഉള്ളത്. ബുധന് ബലമുണ്ടെങ്കിൽ അവൻ വാദിക്കുവാൻ സമർത്ഥനും നല്ല വാഗ്മിയുമായിരിക്കും. വ്യാഴം പാരത്രികങ്ങളായ ജ്ഞാനസുഖങ്ങളെയും, ശുക്രൻ ഈ ജന്മത്തിലെ അനുഭവത്തിനുള്ള ജ്ഞാനം, സുഖം, കാമവികാരം ഇതുകളുടെയും, ശനി ദുഃഖത്തിൻ്റെയും കാരകനാകുന്നു. ശനിക്ക് ബലമുണ്ടെങ്കിൽ അവന് ദുഃഖമുണ്ടാവില്ലെന്നും ജ്ഞാനിയാകുമെന്നും അറിയേണ്ടതാണ്. ജാതക പ്രശ്നാദികളിൽ സൂര്യാദി ഗ്രഹങ്ങൾക്ക് നല്ല ബലമുണ്ടായാൽ അയാളുടെ ആത്മാവ്, മനസ്സ് ഇത്യാദികളും നല്ല ബലമുള്ളതായിരിക്കും. ആത്മാധയോ ഗഗനഗൈർബലവത്തരാഹ ദുർബലാജ്ഞേയാ വിപരീതം ശനേസ്മൃതം എന്ന് പ്രമാണമുണ്ട്. സൂര്യൻ രാജത്വത്തിൻ്റെയും ചന്ദ്രൻ രാജ്ഞിത്വത്തിൻ്റെയും കാരകന്മാരാകുന്നു. ചൊവ്വയ്ക്ക് സൈന്യാധിപത്യം മുതലായ നേതൃത്വത്തിൻ്റെയും, ബുധന് യുവരാജാവിൻ്റെയും, വ്യാഴത്തിന് കാര്യം നടത്തുന്ന മന്ത്രിയുടെയും, ശുക്രന് നർമ്മസചിവന്റെയും കാരകത്വമാണ് ഉള്ളത്. വിനോദത്തിനു വേണ്ടി സഹചാരികളും നേരം പോക്ക് പറയുന്നവരുമായവരെയാണ് നർമ്മസചിവൻ എന്ന് പറയുന്നത്. ശനിക്ക് ദൂതന്റെ കാരകത്വമാകുന്നു. ജാതകത്തിൽ ഏത് ഗ്രഹമാണോ ബലവാനായിരിക്കുന്നത് അതിൻ്റെ രാജത്വാദി സ്വഭാവമാണ് അവനുണ്ടാവുക. സൂര്യൻ ബലവാനാണെങ്കിൽ രാജാവിനെ പോലെ പ്രതാപം, ഭരണസാമർഥ്യം, ദാനശീലത്വം മുതലായ രാജഗുണങ്ങളോട് കൂടിയിരിക്കുമെന്ന് താൽപ്പര്യം. മറ്റു ഗ്രഹങ്ങൾക്കും ഇപ്രകാരം